ഒമാനിൽ താപനില ഉയരുന്നു. ഇതോടെ ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന ഉച്ചവിശ്രമവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചു. ക്യാമ്പയിനിൽ വേനൽക്കാലത്തെ ഉയർന്ന താപനിലയുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ച് തൊഴിലുടമകളെയും തൊഴിലാളികളെയും ബോധവൽക്കരിക്കും. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. ഇതോടെയാണ് അടുത്ത മാസം 1 മുതൽ നടപ്പാക്കാനിരിക്കുന്ന ഉച്ചവിശ്രമവുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ ക്യാമ്പയിന് തൊഴിൽ മന്ത്രാലയം തുടക്കം കുറിച്ചത്. ചൂടുവരുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന പുറം ജോലിക്കാരെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അവബോധം വളർത്തുകയാണ് സുരക്ഷിത വേനൽക്കാലം എന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യമാക്കുന്നത്. ജൂൺ 1 മുതൽ സെപ്റ്റംബർ 1 വരെ പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. തൊഴിലാളികളുടെ ആരോഗ്യ, തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാഹ്ന അവധി നൽകുന്നത്. അതേസമയം തൊഴിലാളികൾക്ക് വിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്ത കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിക്കും. 100 റിയാൽ മുതൽ 500 റിയാൽ വരെ പിഴശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത്. 1 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ ലഭിച്ചേക്കാം. ജനം, മസ്കറ്റ്.